കഴിഞ്ഞ ഒരു ദശാബ്ദം LDF ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കേരളം ആർജിച്ച പുരോഗതിയും വളർച്ചയും ഇതര സംസ്ഥാനങ്ങളെ അസൂയപ്പെടുത്തും വിധം മഹത്തരമായിട്ടുള്ളതാണ്. അത് തുടരണം എന്നത് നാടിൻ്റെ ആവശ്യമാണ്. ഈ വികസന കുതിപ്പ് പാതി വഴിയിൽ നിന്നുകൂടാ. കേരളം ഇരുളടഞ്ഞ ഇന്നലകളിലേക്ക് വീണ്ടും തിരിച്ചുപോയിക്കൂടാ. കൂടുതൽ പേർക്ക് ഇനിയും പെൻഷൻ കിട്ടണം. പെൻഷൻ തുക വർദ്ധിപ്പിക്കാനാവണം. നമ്മുടെ ആശുപത്രികളും പള്ളിക്കൂടങ്ങളും ഇനിയും അഭിവൃദ്ധിപ്പെടണം. ഇതുവരെ നാം നേടിയ നേട്ടങ്ങളേറെയാണ്. ആ നേട്ടങ്ങളെ ഇനിയും കൂടുതൽ ശക്തിപ്പെടുത്തി മുൻപോട്ട് പോകാനാവണം എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. കഴിഞ്ഞ 10 കൊല്ലം കേരളത്തിൽ വികസനത്തിൻ്റെ ഒരു പുതുയുഗം യാഥാർത്ഥ്യമാക്കാനായി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത കേരളം സാധ്യമായി. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടുന്ന നിലയിലേക്ക് കേരളം പുരോഗമിച്ചു. UDF ഭരിക്കുമ്പോൾ പരീക്ഷക്കാലത്ത് പോലും പാഠപുസ്തകം കിട്ടിയിരുന്നില്ലെന്ന് നമുക്കറിയാം. നമ്മുടെ ആശുപത്രികൾ ലോകോത്തര നിലവാരത്തിലായി. നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ടായി. നമ്മുടെ റോഡുകൾ മികച്ച നിലവാരത്തിലെത്തി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വികസനത്തിൻ്റെ പുതുയുഗത്തിലാണ് നാം. ഇപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു ജാഥ നടത്തുന്നുണ്ട്. ആദ്യമായാണ് കോൺഗ്രസിൻ്റെ ഒരു യാത്രയ്ക്ക് പുതുയുഗ യാത്ര എന്ന് പേരിട്ടത്. അതെന്തുകൊണ്ടാണെന്നറിയുന്നു ഞങ്ങൾക്ക്? 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം കേരളത്തെ ഒരു പുതുയുഗത്തിലേക്ക് നയിച്ചു എന്ന തിരിച്ചറിവാണ് അവരുടെ ജാഥയ്ക്ക് പുതുയുഗ യാത്ര എന്ന് പേരിട്ടത്. പുതുയുഗമാണിത്.